സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അതേസമയം അധിക ബസ്സുകൾ നിരത്തിലിറക്കി സമരത്തെ നേരിടാനാണ് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ഫെലിക്സ് ഉണ്ട് കണ്ണൂരിൽ നിന്നും, ലിഷോയ് തൃശ്ശൂരിൽ നിന്നും, ശ്യാംപ്രസാദ് കൊച്ചിയിൽ നിന്നും, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനമ്പറമ്പലും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം കൊച്ചിയിൽ ശ്യാംപ്രസാദിലേക്കാണ് നമ്മൾ. ശ്യാം, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് സ്വകാര്യ ബസ് സമരം ജനങ്ങളെ ബാധിച്ചിരിക്കുന്നത് കൊച്ചിയിൽ? മോത്തി, ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂരിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വിജനമാണ് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെ യാത്രക്കാരും തന്നെ വലിയ കാര്യമായിട്ടും തന്നെ ഇല്ല. ഈ സമയത്ത് വലിയ തോതിൽ യാത്രക്കാരും കൂടുതൽ ബസ്സും ഒക്കെ ഇവിടെ നിന്ന് പലയിടങ്ങളിലേക്ക് യാത്ര തിരിക്കേണ്ടതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ സമരം ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് പ്രത്യേകമായിട്ട് KSRTC കൂടുതൽ സർവീസുകൾ ഒരുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്രക്കാരും മറ്റുമൊക്കെ സാധാരണ ഈ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കാറ്. പക്ഷേ ഈ ബസ് സമരമായതിനാൽ തന്നെ ഇന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് തൊട്ടപ്പുറത്ത് മാറി KSRTC ബസ്സുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. ആ ഒരു അവസ്ഥയാണ് പ്രധാനമായിട്ടും ഉള്ളത്. നിലവിൽ കൂടുതൽ KSRTCകൾ ആ ജില്ലയിൽ ഇറക്കുന്നുണ്ട് എന്നാണ് KSRTC അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് തൊട്ടിപ്പുറത്ത് കാണാം, യാത്രക്കാരും മറ്റുമൊക്കെ ഇവിടെ ബസ് കാത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവിചാരിതമായിട്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു പണിമുടക്ക് കൂടി ആയിരുന്നു. നമുക്ക് ചോദിക്കാം, ചേച്ചി എങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമോ? ഞാൻ ഷിപ്പേഡാണ്. ബസ് ഞാൻ വീഗാലാൻഡ് പാർക്കിന്റെ അടുത്ത് എൻ്റെ വീട്. അപ്പൊ ഞങ്ങളൊരു 5 മിനിറ്റായി. ബസ് സമരാന്ന് അറിയായിരുന്നു. എന്നാലും നാളെയും മുടക്കല്ലേ മോനെ. KSRTC ഉണ്ടോ? KSRTC ഇപ്പൊ ഫാസ്റ്റ് സ്റ്റാൻഡിലേക്കാ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഷിപ്പേഡിലേക്ക് തോപ്പുംപടിക്ക് പോകുന്ന ബസ്സാണെങ്കിൽ അവിടെ ഇറങ്ങാലോ, ഗേറ്റിങ് ഇറങ്ങും. അങ്ങനെ പോകാൻ നിൽക്കുവാണ്? അതെ അതെ. ചേച്ചി എങ്ങോട്ട് പോകാൻ നിൽക്കുവാ? എനിക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ KSRTC ബസ്സിന് പോകാൻ നിൽക്കുവാ? അതെ. എന്തായാലും അങ്ങനെ വരുന്നുണ്ട്, ഫാസ്റ്റ് വരുന്നുണ്ട്. പോയി നോക്കും എവിടേക്കാ പോകാനായിട്ടാണ്. തൊട്ടപ്പുറത്തൊരു KSRTC വരുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഇനിയിപ്പോൾ ആ KSRTC ബസ്സിൽ പോകാൻ പറ്റും. എന്തായാലും ഈ ബസ് സമരം അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇന്നത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടില്ല. മറ്റ് വാഹനങ്ങളെയും മറ്റുമൊക്കെ ആശ്രയിച്ചാണ് യാത്രക്കാർ പോകുന്നത്. തൊട്ടപ്പുറത്ത് കൂടുതൽ യാത്രക്കാരും മറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ KSRTC ഇവിടെ കൂടുതൽ സർവീസുകൾ ഒരുക്കിക്കൊണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബസ് സമരം എന്തായാലും നിലവിൽ ഇന്ന് സൂചനാ പണിമുടക്കാണ്. 22 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് മാറും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഇനി ഫെലിക്സ് ഉണ്ട് കണ്ണൂരിൽ നിന്നും. ഫെലിക്സ്, കണ്ണൂർ എന്താണ് അവസ്ഥ? പൊതുജനങ്ങളെ എങ്ങനെയാണ് ഈ പണിമുടക്ക് ബാധിച്ചിട്ടുള്ളത്? കണ്ണൂരിൽ അധികം സർവീസുകൾ KSRTC ഇറക്കിയിട്ടുണ്ടോ? ബോധ്യം നമുക്കറിയാം, ഇന്ന് 24 മണിക്കൂർ ഈ സ്വകാര്യ ബസ് പണിമുടക്ക്, നാളെ ദേശീയ പണിമുടക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം തന്നെയാണ്. ഇപ്പോൾ കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു ബസ്സും തന്നെ സർവീസ് നടത്തുന്നില്ല. നമുക്കറിയാം, സംയുക്ത ബസ് പണിമുടക്കാണ്. അപ്പോൾ അതുകൊണ്ട് KSRTC ബസ്സുകൾ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. രാവിലെ തന്നെ KSRTC ബസ്സുകൾ കൂടുതലായി ഇവിടേക്ക് എത്തി സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ, അതായത് ഈ സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്താത്തത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതം തന്നെയാണ് സമ്മാനിക്കുന്നത്. മാത്രമല്ല, ഇത് ഇന്നത്തെ അവസ്ഥ മാത്രമല്ല, നാളെയും സമാനമായി ഈ പണിമുടക്ക് ഉണ്ടാവുന്നു എന്നത്. അപ്പോൾ നാളെ ദേശീയ പണിമുടക്ക് കൂടി ആയതുകൊണ്ട് ആളുകൾ കുറച്ചുകൂടി ദുരിതത്തിലാവും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനിലും മറ്റും എത്തിയവർക്കൊക്കെ ദുരിതമാണ്. ചേച്ചി എങ്ങോട്ടാണ് പോകുന്നത്? മിമിക്സ് ഹോസ്പിറ്റലിലേക്ക്. ചാല. വരുന്നത് ഇവിടെ കണ്ണൂർ സിറ്റിയിൽ നിന്ന്. ഇല്ലാന്നറിയായിരുന്നോ? ബസ് ഇല്ലാന്നറിയും. പിന്നെ ഹോസ്പിറ്റൽ വണ്ടി ഏർപ്പാടാക്കി. പക്ഷെ നമുക്ക് ആ ടൈം എത്താൻ പറ്റൂല. 7 മണിക്ക് ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം മോളെ എങ്ങോട്ടാ പോകേണ്ടത്? ബസ് പണി ചാല. അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു. KSRTCക്ക് പോകാൻ. KSRTCക്ക് പോകാൻ. അപ്പോൾ KSRTC ആണ് ഏക ആശ്രയം ഇന്നത്തെ ദിവസം. ഇപ്പോൾ പരമാവധി ആളുകൾ KSRTC ബസ്സുകളെ ആശ്രയിച്ച് കൃത്യമായ സ്ഥലത്തേക്ക് എത്താൻ, പ്രത്യേകിച്ചും ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകേണ്ടവരുണ്ട്. പല ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടവർ. കാരണം നാളെ ദേശീയ പണിമുടക്കായതുകൊണ്ട് തന്നെ നാളെ പോകാൻ കഴിയില്ല. അപ്പോൾ പരമാവധി ഇന്ന് തന്നെ പലയിടങ്ങളിലേക്കും എത്താനുള്ള ശ്രമമാണ് പൊതുവെ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. പരമാവധി റോഡിലൊക്കെ നല്ല തിരക്കുമുണ്ട്. KSRTC ആശ്രയിച്ചും അല്ലെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് എത്താനുമായും ഒക്കെയുള്ള ജനങ്ങളുടെ ഒരു ഓട്ടം രാവിലെ തന്നെ റോഡിൽ കാണാനുണ്ട്. രാവിലെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്തും കണ്ടിരുന്നു. ഇനി നമുക്ക് തൃശ്ശൂർ ലിഷോയിലേക്ക് പോകാം. അവിടെ എന്താണ് സ്ഥിതി എന്ന് അറിയണമല്ലോ. ലിഷോയ്, ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ എന്താണ് അവസ്ഥ?
ഗുഡ് മോർണിംഗ് മോത്തി. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല, സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. കാര്യമായ യാത്രക്കാരും ഇവിടേക്ക് വരുന്നില്ല. അതിനോടൊപ്പം തന്നെ ചില ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് താനും. അതായത് ഇപ്പോൾ ചാവക്കാട് ഭാഗത്തുനിന്നും ഒരു ബസ് സർവീസ് നടത്തി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഇതിന് പോകാൻ വേണ്ടി വന്നതാണോ? അതായത് ബസ് ഇന്നിപ്പോ ബസ് സമരം അറിയണ്ടെന്നില്ലേ? ഇല്ല, ട്രാൻസ്പോർട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോകുന്നതാ. ഈ ചിറക്കി ഭാഗത്ത് ഈ സാധാരണ KSRTC തീരില്ലാത്തതല്ലേ? അതെ, ഒരു ബസ്സും ഇല്ല KSRTCക്ക്. ഒരു ബസ്സും ഇല്ല അവിടെ. ഇനിയിപ്പോ എങ്ങനെയാ യാത്ര? എങ്ങനെയായിരിക്കും? ഇനിയിപ്പോ യാത്ര പോകാൻ പറ്റില്ല. കാരണം പിന്നെ ഇനിയിപ്പോ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു പോകാനുള്ള ഒരു ഇതില്ല, പോകേണ്ട കാര്യമില്ല. അത്യാവശ്യം ദൂരമുണ്ട്. അമലരെ അപ്പുറത്തെ സൈഡ് കൂടെ കയറി പോയിട്ട് ഇവിടെ നിന്ന് 25 ഉറുപ്പ്യ വരെ വഴിയുണ്ട്. ഈ 25 രൂപ വരെ ആയിരിക്കില്ല, 25 കിലോമീറ്റർ ആയിരിക്കും. അല്ല, 25 രൂപ അവിടേക്ക് ചാർജ്. ഈ ചെറുക്കിൽ അമ്പലത്തിലേക്ക് ഇവിടെ തൃശ്ശൂരിന്നോ? ഇവിടെ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് നാള് മുന്നേ പോയതാ. അമലപ്പുറല്ലേ ചെറുക്കില്? അമലപ്പുറം ആ വഴി കൂടെ പോയിട്ട് കുറച്ച് പോകണം. 20 കിലോമീറ്ററിനല്ലോ. 20 കിലോമീറ്ററിനും 25 രൂപ എന്ന് പറയുമ്പോ ഉണ്ടാവും. ശരി, അപ്പോൾ എന്തായാലും ചേട്ടൻ ആ ഭാഗത്തേക്ക് KSRTC ബസ് ഇല്ല. അതേ ഈ ഒരു ബസ് ഇപ്പോൾ സർവീസ് നടത്തി വന്നതാണ്, ചാവക്കാട് ഭാഗത്തു നിന്നാണ്. ഈ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ഈ KSRTC റൂട്ടുകൾ വളരെ, അതായത് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ KSRTC ബസ്സുകൾ നന്നേ കുറവാണ്. വളരെ കുറച്ച് KSRTC റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ദൂര പ്രദേശങ്ങളിലേക്കാണ്, അതായത് കൊടുങ്ങല്ലൂർ പോലെയുള്ള ദൂര സ്ഥലങ്ങളിലേക്കാണ് സാധാരണഗതിയിൽ ഈ KSRTC ബസ്സൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ച് പൂർണ്ണമായും ഈ യാത്ര ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ബസ് ഇപ്പോൾ ചാവക്കാട് ഭാഗത്തു നിന്നും വന്നതാണ്, സർവീസ് നടത്തി വന്നതാണ്. നിങ്ങൾ ചാവക്കാട് നിന്നാണോ വരുന്നത്? കാഞ്ഞാണി. ഇപ്പം എന്താ ഇന്നിപ്പോൾ സർവീസ് നടത്താനായിട്ടുള്ള? സർവീസ് നടത്താൻ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും സർവീസ് നടത്താറുണ്ട്. അപ്പോൾ പിന്നെ മുതലാളി പറഞ്ഞു ഓടാൻ. പ്രത്യേകിച്ച് കാരണങ്ങളെന്ന് പറയാനൊന്നുമില്ല. സാധാരണ രീതിയിൽ നമ്മളുടെ ഈ ഒരു പ്രദേശത്തൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക്, നിങ്ങളുടെ ഭാഗത്തേക്ക് KSRTC ഒക്കെ തീരെ കുറവാണല്ലോ. അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ഉപകാരം. ഫുള്ളായിട്ട് തന്നെ വന്നേക്കണത്. കയറ്റാൻ വരേണ്ട 2 3 കൊണ്ട് പോയാണ് മുമ്പിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. യാത്രക്കാർക്ക് ബസ് വേണം, അതിപ്പോഴുള്ളൊരു തന്നെയാണ്. പക്ഷെ അനാവശ്യമായുള്ള കുറേ കാര്യങ്ങൾ പണിക്കാരും മുതലാളിമാരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ എത്ര ബസ്സുകളുണ്ട്? ഞങ്ങൾക്കൊരു 13-14 വണ്ടിയുണ്ട്. ബസ്സിനെ ആശ്രയിച്ചാണ് ഗ്രാമപ്രദേശങ്ങളിലും മറ്റും ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ചില ബസ്സുകളൊക്കെ ഓടുന്നത് ചെറിയ ആശ്വാസമുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള അവസ്ഥ ഏതാണ്? ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോവാം. തിരുവനന്തപുരം തലസ്ഥാന നഗരത്ത് എന്താണ് സ്ഥിതി എന്ന് അമൽ പറഞ്ഞു തരും. അമൽ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ മുതൽ ഓഫീസിലേക്ക് വരുന്ന സമയത്തൊക്കെ റോഡിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടെന്ന്, പതിവില്ലാതെ തിരക്കുള്ളത് കണ്ടു. KSRTC അധികമായി ഓടുന്നതും കണ്ടു. സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും പണിമുടക്കുന്നുണ്ടോ? ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? മോത്തി, ഈ സമരം ഏറ്റവും കുറവ് ബാധിച്ച ജില്ലകളിലൊന്നായിരിക്കും തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സുകൾ ഒരു വിഭാഗം ആളുകൾ പണിമുടക്കുന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായൊരു പണിമുടക്കിലേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ KSRTCയെ കൂടുതൽ ആശ്രയിക്കുന്ന ആളുകളാണ്. KSRTCയുടെ സർവീസുകൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ അത്ര വലിയൊരു പ്രതിസന്ധി തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വന്നിട്ടില്ല. സ്വകാര്യ ബസ്സുകളാണെങ്കിലും പൂർണ്ണമായും പണിമുടക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. നമുക്ക് ചേട്ടാ, ഇന്ന് പ്രൈവറ്റ് ബസ്സിന്റെ പണിമുടക്ക, എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുമോ? ഞാൻ വെഞ്ഞാറ് റോട്ടിൽ പോകാൻ നിൽക്കുന്നത്. പ്രൈവറ്റ് വണ്ടിക്കാണോ പോകുന്നത്? ഞാൻ KSRTC ബസ്സിൽ പോകാൻ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് വണ്ടികൾ, പ്രൈവറ്റ് വണ്ടികളാണെങ്കിലും കടന്നുപോയല്ലേ, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പ്രൈവറ്റ് ബസ്സിലല്ല പോകുന്നത്. ഞാൻ പോകുന്നത് KSRTC ബസ്സിലാണ് കൂടുതലും പോകുന്നത്. മോത്തി, അതാണ് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് തിരുവനന്തപുരത്ത് അങ്ങനെ KSRTC ആശ്രയിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. നമ്മൾ നിൽക്കുന്ന സമയങ്ങളിൽ ആളുകളെ വന്ന് എടുത്തു പോകാനുള്ള KSRTC സർവീസുകൾ എല്ലാ സ്ഥലത്തേക്കുമുണ്ട്. പ്രൈവറ്റ് ബസ് ആണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വരുന്നത് ഒരു പ്രൈവറ്റ് വണ്ടിയാണ്. അങ്ങനെ പ്രൈവറ്റ് ബസ് ആണെങ്കിലും പൂർണ്ണമായും പണിമുടക്കിയിട്ടില്ല എന്നുള്ളത് തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്രയമാണ്. നമുക്ക് അവരോട് ഒന്ന് സംസാരിക്കാൻ കഴിയും എന്ന് തോന്നി. ചേട്ടാ, ഈ ബസ്സിന്റെ പണിമുടക്കൊക്കെ? പണിമുടക്കം ഉണ്ട് ചേട്ടാ. ഇവിടെ യൂണിയൻ ഇല്ല, നമുക്ക് സ്റ്റാൻഡില്ല. യൂണിയൻ സ്റ്റാൻഡിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ വണ്ടികളും ട്രിപ്പ് നടത്തുന്നുണ്ട്, സർവീസ് നടത്തുന്നുണ്ട്. ആരും പണിമുടക്കിയിട്ടില്ല? ഓ,
ആരും പണി മുടക്കിയിട്ടില്ല. ഇല്ല ഇവിടെ ആരും പണി മുടക്കിയിട്ടില്ല. ഇവിടെ എല്ലാ വണ്ടികളും സർവീസ് നടത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക്, അതൊക്കെ പരിഹരിക്കണം. പക്ഷേ തിരുവനന്തപുരത്ത് ആരും പണി മുടക്കിയിട്ടില്ല എന്നാണ് ആ ബസ്സിലുള്ള ആളുകൾ പറഞ്ഞു പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പണിമുടക്ക് മുന്നോട്ട് പോവുകയാണ്. ശരി അമൽ, തിരുവനന്തപുരത്തെ കാര്യമായി പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല തിരക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണിമുടക്ക് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയായിരിക്കണം നേരത്തെ കൂട്ടി ആൾക്കാരൊക്കെ റോഡിലേക്ക് ഇറങ്ങിയത്. പക്ഷേ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നില്ല എന്നാണ് ഒരു ജീവനക്കാരൻ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത്.